സർപ്പൻ ചേട്ടൻ വന്നു, നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഒരു ഹാപ്പിനെസ് ഇങ്ങനെ എവിടെയെങ്കിലും ചുറ്റും ഇങ്ങനെ നിൽക്കുവാണ്. നമ്മൾ ഇനി അടുത്തതായി പോകുന്നത് കുറച്ച് നല്ല തമാശകളൊക്കെ കേട്ട്, സ്റ്റാൻഡപ്പ് കോമഡി കേട്ട്, മത്സരിച്ച് കോൺടെസ്റ്റ് ഒക്കെ ചെയ്ത്. നമസ്കാരം. 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 ഞാൻ പുതിയ ഒരാളായി മാറിയപ്പോൾ. ആണോ? ഞാൻ എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്കിപ്പോൾ. കാരണം പിഷുവിന് തന്നെ അറിയാമല്ലോ, എപ്പോൾ നോക്കിയാൽ ഈ ഫ്ലോറിൽ വന്നിട്ട് ദേഷ്യവും ഒരുപാട് ക്രൂരത ഞാൻ പിഷാരനോടും ഈ കൊച്ചിനോടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് നിങ്ങളൊക്കെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്ന് ഒഴിവാക്കി. എന്നാൽ ചെന്നൈയിൽ നിങ്ങളുടെ മാറി തുടങ്ങി. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ട്. അസുഖമല്ലോ ഉണ്ടായിരുന്നോ? അല്ല, അസുഖമൊന്നുമില്ല. ഒരു കൗൺസിലിംഗ് നടത്തി. കാരണം എന്നിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ഞാനായിരുന്നു ഇതിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. അത് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ശരിക്കും നിങ്ങൾ രണ്ടുപേരും നിഷ്കളങ്കരാണ്, പഞ്ചപാവങ്ങളാണ്, നന്മയുള്ളവരാണ്, സഹജീവികളോട് സ്നേഹമുള്ളവരാണ്, ദീനാനുകമ്പയുള്ളവരാണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്, മനുഷ്യത്വമുള്ളവരാണ്, ആരെയും ഉപദ്രവിക്കത്തൊന്നുമില്ല. മതി മതി മതി. ഇനി അതുമ്മ കയറി കിടന്ന് തൂങ്ങിയിട്ട് ഗാന്ധിജി ഒന്നും വന്നിക്കണ്ട, അതൊക്കെ പറഞ്ഞെന്നുള്ളൂ. പിന്നെ എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി തന്നത് ഡോക്ടർ സിജു ആണ്. സിജുവിൻ്റെ അടുത്താണ് പോയത്? സിജുവിൻ്റെ അടുത്ത് പോയത്. സിജുവിൻ്റെ അടുത്ത് പോകേണ്ട കാര്യം തിരിക്കണ്. പിഷാരുടെ ഒരു സുഹൃത്തുണ്ടല്ലോ, പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ. പിഷാരുടെ പ്രദീപിന്റെ അടുത്ത് ഞാൻ പോയിരുന്നു. പിഷാരുടെ അതേ സ്വഭാവമാണ് ഈ പ്രദീപിനും. എന്നെ അവിടെ കൊണ്ടുപോയിട്ട് എന്നെ ഹിപ്നോട്ടിസം ചെയ്ത് എന്നെ അവിടെ മയക്കി കിടത്തി. എൻ്റെ 4 പവൻ്റെ മാലയും 2000 രൂപയും അവൻ അടിച്ചാണ് കൊണ്ടുപോയി. ഇവനെ പോലീസ് പിടിച്ചു. പ്രദീപിനെ പോലീസ് പിടിച്ചാ? ഞാൻ അറിഞ്ഞു. അപ്പൊ എന്റെ മാല കെട്ടിട്ടായിരിക്കുള്ളൂ. അല്ലല്ല, മുക്കുപണ്ടം പണയം വെച്ച കേസിൽ പിടിച്ചു വെച്ചേക്ക്. അതാണ് മാല 4 പവൻ. പിന്നെ ഈ സിജുവും, ഞാൻ ഇപ്പൊ കണ്ട സിജുവും എന്റെ ഭാര്യയും ഒരേ സ്വഭാവക്കാരാണ്. അവര് എന്താ, എന്നെ കണ്ട നിമിഷം തന്നെ അവൻ എന്റെ എല്ലാ കുറ്റം ഒറ്റയടിക്കാണ് പറഞ്ഞു തീർത്തത്. ഈ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റിയാലും നമുക്ക് ലോകം തന്നെ കീഴടക്കാന്ന് സിജു പറഞ്ഞു. അപ്പൊ ശരി, അപ്പൊ പുള്ളി അതിന് വേണ്ട കുറച്ച് ടിപ്സും എനിക്ക് പറഞ്ഞു തന്നു. എന്താണ് ടിപ്സ് എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് അത്രക്ക് പിടിച്ചാൽ കിട്ടാത്ത ദേഷ്യം വരുമ്പോ 1 മുതൽ 10 വരെ, 10 മുതൽ 1 വരെ തിരിച്ചെണ്ണിയാൽ മതിയാ, എല്ലാ പ്രശ്നം തീരുന്നു പറഞ്ഞു. എന്തെങ്കിലും പറയണ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് കയറി കൊടുക്കണം. 1 2 3 4 5 6 7 8 10 10 8 9 12. എപ്പോഴാണ് സാധാരണഗതിയിൽ ചേട്ടന് ദേഷ്യം വരാറ്? ശരിക്കും ദേഷ്യം വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ മുന്നിലൊക്കെ വന്നിട്ട് ചിലർ ബ്ലാക്ക് ഷർട്ടിൽ ഈ ഓലയിൽ റെഡ് ഓല പോലത്തെ ഇതൊക്കെ ഇട്ടിട്ടേ കഴുത്തിൽ മറ്റേ കുനുകുന മാലയൊക്കെ ഇട്ട് റൗണ്ടൊക്കെ ഉള്ള അങ്ങനെയുള്ള ഈ കലാകാരന്മാരാണെന്ന് പറഞ്ഞ് ചമഞ്ഞിരിക്കണമാരെ കണ്ട എനിക്ക് അപ്പം തന്നെ ദേഷ്യം വരും. വിഷുവിന് അങ്ങനെ വല്ല സംഭവം ഉണ്ടാ? എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10-60 വയസ്സായ സമയത്ത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ വന്ന് ചുമല ഷർട്ടിട്ട് ചെയ്ത് വന്ന് നിൽക്കുന്ന ചില ആൾക്കാർ ചില പരിപാടികൾ കാണിക്കാറുണ്ട്. അത് കാണുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരാറുണ്ട്. 1 2 3 4 5 6 7 8 10 10 8 9 10 1. അതെങ്ങനെയാ? നിങ്ങൾ 9 കഴിഞ്ഞിട്ട് 7 അല്ലേ പറഞ്ഞത്? 8 പറഞ്ഞില്ലല്ലോ. 8 പറഞ്ഞല്ല. 8 പറഞ്ഞിട്ടില്ല. ഞാൻ 8 പറഞ്ഞെന്നേ. പറഞ്ഞില്ല. ഞങ്ങൾ കേട്ടോണ്ടിരിക്കണേ. ഇത്രയും പേര് കേട്ടില്ല. ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വേണം നോക്കി 9 കഴിഞ്ഞിട്ട് 7. ഞാൻ 8 പറഞ്ഞാടാ, എന്നോട് പറഞ്ഞില്ലേ 8 പറഞ്ഞെന്ന്? നീ അവനെ സപ്പോർട്ട് ചെയ്യലട്ടാ. നീ കാര്യം ഞാൻ പറയാം. അവൻ്റെ 8 9 10 എനിക്ക് 8ന്റെ പണിയാന്ന് അവനെ ഒന്ന് കാണണ്ടേ, അവനെ ശരിയായി കൊടുക്കാൻ. അതെ അതെ. ഹലോ 11 12 13 14 15 16 20